ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. പുതിയ വീഡിയോ കുഞ്ഞൊരു 5 മിനിറ്റ് എടുത്തൊരു ചെറിയ വീഡിയോ കേട്ടാ. അപ്പം ഇന്നൊരു കല്യാണം ഉണ്ട്, അപ്പം അതിന് പോകണം. അപ്പം ഇന്ന് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല കേട്ടാ. പിന്നെ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടാ. ഏതായാലും ആ സമയം വെച്ചിട്ടൊന്ന് ഇട്ടതാണ് കേട്ടാ. അപ്പം നമ്മളെ മട്ടാരി പൊടിപ്പിച്ചല്ലോ, അപ്പം അതിനകത്തുനിന്ന് പുട്ട് ചുടുകയാണ്. അപ്പം നമ്മൾ പുട്ടൊക്കെ ചുട്ടിട്ടാ കറി കൂട്ടി തിന്നാനാട്ടാ ഈ പുട്ട് ടേസ്റ്റ് ഉള്ള കാര്യം പറയാലോ. കറി കൂട്ടി കഴിക്കണം. പപ്പടം കൂട്ടി ഈ കഴിക്കുമ്പോൾ കുറച്ചൊരു ഡ്രൈ പോലെ ട്ടാ. അപ്പം നമ്മൾ ഈ അജിമിയൊക്കെ തിന്നിട്ടേ രസം പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ മുറ്റടിക്കാനൊക്കെ പോയപ്പോൾ ചക്ക വീണെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുരുവൊക്കെ അതിൽ നിന്ന് എടുത്ത് കഴുകി 2 ദിവസം കറി വയ്ക്കാനുള്ളത് കേട്ടാ. കറിയിലിടാനുള്ളത് നല്ല സൂപ്പർ കുരു കേട്ടാ. അപ്പോൾ അതൊക്കെ കഴുകി അങ്ങനെ ഒലർത്താൻ വേണ്ടി ഇട്ടിട്ടാ. കുറച്ചിൻ്റെ എടുത്തതാട്ടാ ഞാൻ. ഇഷ്ടം പോലെ 2 ചക്ക വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുരുവൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിലൊക്കെ ഒക്കെ വെട്ടി പൊളിക്കാനൊന്നും നേരമില്ല. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കിട്ടാൻ പറ്റുന്നിടത്തുനിന്ന് കുറച്ചെടുത്ത്. പിന്നെ ഇന്ന് റേഷൻ്റെ അരി കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേഗം വെക്കാനൊക്കെ കുറച്ച് റേഷൻ്റെ അരിയൊക്കെ സ്റ്റോക്ക് നല്ലതല്ലേ, ഉണ്ടെങ്കിലൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് ഇതാവേ വേണ്ടു. അപ്പോൾ ഞാൻ ഒന്ന് അടുപ്പൊന്നും പൂട്ടിയില്ല കേട്ടാ. അപ്പോൾ ഒരു നേരത്തേക്കല്ലേ വെക്കണുള്ളൂ. ജൂലിക്കും പൂച്ചാൾക്കും മോനും മോളും ഉണ്ട് ഇവിടെ. ഞാനും ഏട്ടനെ കൂട്ടിയിട്ടാണ് കല്യാണത്തിന് പോയേട്ടാ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കുറച്ച് അടുപ്പത്തിട്ട് പുട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടമാണ് കേട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ വ്യൂ ഒക്കെ കുറവാണ്, എന്നാലും വീഡിയോ ഒന്നും ഇടാതിരിക്കില്ല കേട്ടാ. അപ്പോൾ പുട്ടും ചുട്ടെടുക്കുന്നുണ്ട്. അരി ഒന്നും കൂടി ആവാണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ തിളച്ചപ്പോൾ പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചതാണ്. അപ്പോൾ കൂളിയൊക്കെ ലാസ്റ്റ് കേട്ടാ. എല്ലാം മീൻ നന്നാക്കാനും കറി വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ എത്ര നമ്മൾ കുളിച്ചിട്ട് മീൻ നന്നാക്കിയാലും സ്മെല്ലൊക്കെ അല്ലേ. അപ്പം പിന്നെ എല്ലാതും കഴിഞ്ഞിട്ടാട്ടന്ന് കുളിച്ചതൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ്ട മീൻ തളേനും ഉണ്ട് ഈ കോര, വെള്ളക്കോര. അപ്പോൾ ഈ വെള്ളക്കോര ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, മോളും കൂട്ടും. പക്ഷേ എനിക്ക് മോനൊന്നും ഇഷ്ടമല്ല കേട്ടാ. അപ്പോൾ കോരയൊക്കെ വറക്കുകയാണ്. ആ 2 ചെറിയ തളയുണ്ട്, അതിട്ടൊരു കറിയും വെക്കാൻ വിചാരിച്ച്. അങ്ങനെ അടുക്കളയത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാട്ടാ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കാനും ഇതിനൊക്കെ പോയേട്ടാ. ഒരു 10:45 ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ. താലികെട്ടൊക്കെ അമ്പലത്തിലായിരുന്നു. കഴിഞ്ഞിട്ട് അങ്ങനെ ഹോളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ ആ സമയത്താണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടാ. പിന്നെ എല്ലാതും പിന്നെ ചിലർക്ക് പിന്നെ വീഡിയോ അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തോ ഞാൻ ഒന്നും എടുത്തില്ല വീഡിയോ. അതൊന്നും എടുത്തതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടാ. അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒന്നും എടുത്തില്ല. 2 തരം പായസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടാ. അപ്പോൾ തളേനായിട്ട് കുറച്ചൊരു കറിയും വെച്ചിട്ടാ. കുറച്ച് നാളികേരമൊക്കെ അരച്ചിട്ട് അങ്ങനെ ജൂലീനെ ഒന്നാണ്ട് കുളിപ്പിച്ചിട്ടാ. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അവൾ കുളിച്ചിട്ട്. ഓളെ ഒന്നാണ്ട് കുളിപ്പിച്ച് മുറ്റമൊക്കെ ഒന്നാണ്ട് വെള്ളം ഓസിട്ടിട്ടൊക്കെ ഒന്നാണ്ട് നല്ല അടിച്ച് കഴുകി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഓൾക്ക് പുട്ടൊക്കെ കൊടുത്ത് ഓളെ കൂട്ടി കയറ്റി കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിട്ട് ഞാൻ മേലേക്ക് പോകുവട്ടെ. മോനോടൊരു ഫോട്ടോ എടുക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് വീഡിയോ ഒക്കെ പിടിച്ചതാട്ടാ. ഞാൻ ഇറങ്ങി പോരുന്ന വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാട്ടാ. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നാലെ നടന്നിട്ടൊക്കെ വീഡിയോ പിടിക്കാനൊക്കെ ആണല്ലോ. ചെറിയ മക്കളൊന്നുമില്ല. അപ്പോൾ ഒന്നിങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചതാണ്. പിന്നെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം കേട്ടാ കൂട്ടുകാരെ. അപ്പം നമ്മൾ അപ്പുമോൻ്റെ കുറച്ചൊരു വീഡിയോ. ഓനല്ലാതെ എന്ത് ഓണം, ഉണ്ണില്ലാതെ എന്തോ ഓണം. അപ്പോൾ ഓനെ അടച്ചിട്ടതാട്ടാ. അപ്പോൾ ഓന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ വാതിൽ തുറക്കാനുള്ള ഓൻ്റെ ഒരു പരിപാടിയാട്ടാ. അപ്പോൾ ഇന്നലെ അപ്പൂനെ ഞാൻ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചിട്ടാ. അപ്പം ഇന്നെങ്ങനെ എതിർത്തിട്ട് ഇന്നെ ഭയങ്കര കൊരട്ടാ. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ചീത്ത അറിയണ പോലെ. അപ്പോൾ ഞാൻ ആരട്ടാ ഈ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴേ അതിനനുസരിച്ച് എന്നെ കുരച്ചിട്ട്. അപ്പം ഞാൻ ആ വീഡിയോ ആ വോയിസും കൂടി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ വേറൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു നമ്മളെ സെലീം കോടത്തൂരിൻ്റെ ഒരു മോളുടെ ഒരു പാട്ടിൻ്റെ പരസ്യം. അപ്പോൾ ആ പരസ്യം ഞാൻ കട്ടാക്കിയില്ല കേട്ടോ. നല്ലൊരു പാട്ടായിരുന്നു, പുതിയ സോങ്ങാണ് തോന്നുന്നുണ്ട്. അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ വീഡിയോ. എന്ത് രസമായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ആ കുരയൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. നല്ല രസമായിട്ടാ കുര കേൾക്കാൻ. അപ്പം അങ്ങനെ രാത്രി കേട്ടോ, ഇന്നലെ രാത്രി
അപ്പം ഞാൻ അങ്ങനെ നിലത്തടിച്ചിട്ട് ഓനെ അടിക്കുന്ന പോലെ ആരാണ്ടാ ചെയ്യേ ആരാണ്ടാന്നൊക്കെ പറയും. പിന്നെ അതിനനുസരിച്ചിട്ട് എന്നെ കുരച്ചിട്ട് ഇന്നെ തല്ലുവിടുക. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പിടിച്ചതാട്ട ഇന്നലെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണുന്നതിലിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് തല്ലുവിടാൻ വേണ്ടി വന്നതാ. അപ്പോൾ അങ്ങനെ നമ്മളപ്പോ വലിച്ചൊക്കെ ഇട്ടപ്പോൾ നല്ല സൂപ്പറല്ലേ. അപ്പം അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ 2 മണിയൊക്കെ 2:30 ആയിട്ടാണ് വരാൻ. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.